ഹലോ, ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തിലെ അക്കാദമിക് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. UGC നെറ്റ് എക്സാമിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേര് ലേണിനോ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ എന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുക. നിങ്ങളോട് ചോദിക്കുക, എന്റെ ആൻസർ ഞാൻ പറയാം. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? ബിക്കോസ് നമ്മളെ ഡെയിലി അക്കാദമിക് അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജോബ് അപ്ഡേറ്റ്സും നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് UGC നെറ്റ് എക്സാമിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഒന്നുമല്ല, CSR UGC നെറ്റ് അപേക്ഷ ഒക്ടോബർ 24 വരെയാണ് കേട്ടോ. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പോടെ സയൻസ് ടെക്നോളജി ഗവേഷണത്തിനും അതുപോലെ തന്നെ PhD പ്രവേശനത്തിനും സർവകലാശാല കോളേജ് അധ്യാപക നിയമനത്തിനുമുള്ള യോഗ്യതാ പരീക്ഷയായിട്ടുള്ള CSIR UGC നെറ്റ് ഡിസംബർ 18 നടത്താനായിട്ട് പോവുകയാണ്. അപ്പൊ എക്സാമിനെ കുറിച്ച് ഒക്ടോബർ 24 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. രണ്ട് ഡേറ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ഒക്ടോബർ 24 അതുപോലെ തന്നെ ഡിസംബർ 18. ഓക്കെ, സോ ദ UGC നെറ്റ് 2025 ഡിസംബർ സെക്ഷൻ നോട്ടിഫിക്കേഷൻ വാസ് റിലീസ്ഡ് ബൈ NTA അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അല്ലെ ഓൺ സെപ്റ്റംബർ 25, 2025 വിത്ത് ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഓൺ. നമുക്ക് ആവശ്യമുള്ള രണ്ട് ഡേറ്റ് ഒക്ടോബർ 24 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സാം എപ്പോഴാണ്? ഡിസംബർ 18 UGC നെറ്റ് ഡിസംബർ 18 എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ എന്താണ് നോക്കാനുള്ളത്? കാൻഡിഡേറ്റ്സ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ട ഫീൽഡുകൾ ഏതൊക്കെയാണ്? അസിസ്റ്റന്റ് പ്രൊഫസർ അതുപോലെ തന്നെ JRF അഥവാ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. അസിസ്റ്റന്റ് പ്രൊഫസറിന് ഏജ് ലിമിറ്റ് ഇല്ല. അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിനും അതുപോലെ തന്നെ PhD പ്രവേശനത്തിനും പ്രായപരിധി ഇല്ല. JRFന് 30 വയസ്സാണ് പ്രായപരിധി. ഓക്കെ, അതുണ്ട്. ഓക്കെ, ആ കാര്യം മറന്നു പോകരുത്. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞത് ഇതിൽ ഏതൊക്കെ ഫീൽഡുകളാണ്? കെമിക്കൽ ആൻഡ് അറ്റ്മോസ്ഫിയറിക്, ഓഷ്യൻ ആൻഡ് പ്ലാനറ്ററി ലൈഫ്, മാത്തമാറ്റിക്കൽ, ഫിസിക്കൽ, ഇങ്ങനെ 5 സയൻസ് ശാഖകളാണ് CSR UGC നെറ്റ് എന്ന് പറയുന്നത്. മാസ്റ്റേഴ്സ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ 55% മാർക്കോടെ ജയിച്ചവർക്ക്, അവസാന വർഷ കോഴ്സുകൾ പഠിക്കുന്നവർക്കും, അതായത് MSc കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ MSc ലാസ്റ്റ് സെമ്മില് പഠിക്കുന്നവർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നോക്ക പട്ടിക ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് 5% മാർക്കുകൾ കിട്ടുന്നതായിരിക്കും. അതായത് അവർക്ക് 50% മാർക്ക് മതി. ബാക്കിയുള്ളവർക്കെല്ലാം MScക്ക് എത്ര വേണം? MSc or MA എത്ര വേണം? 55%. PGക്ക് 55% മാർക്കാണ് വേണ്ടത്. JRFന് 30 വയസ്സാണ് പ്രായപരിധി ഉള്ളത്. അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിനും PhD പ്രവേശനത്തിനും പ്രായപരിധി ഉണ്ടായിരിക്കുന്നതല്ല. പരീക്ഷാ ഫീസ് എന്ന് പറയുന്നത് 1150 രൂപയാണ് പരീക്ഷാ ഫീസ് എന്ന് പറയുന്നത്. സാമ്പത്തിക പിന്നോക്ക വിഭാഗ അപേക്ഷകർക്ക് 600 രൂപയും SC/ST അല്ലെങ്കിൽ ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ അപേക്ഷകർക്ക് 325 രൂപയുമാണ് ഏത് ഫീസ് എന്ന് പറയുന്നത്. ഓൺലൈനായിട്ട് തന്നെയാണ് ഫീസ് അടയ്ക്കേണ്ടത്. പരീക്ഷയുടെ സിലബസ് അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം അവർ സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി എക്സാമിന്റെ പാറ്റേൺ നമുക്ക് നോക്കാം. കീ ഫാക്ട്സ് എന്തൊക്കെയാണ്? ഫുൾ നെയിം എന്താണ്? UGC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ് അല്ലെ. പിന്നെന്താണ് നമുക്ക് പറയാനുള്ളത് നോക്കാം. Purpose: to determine the eligibility for JRF or assistant professor in Indian universities and colleges ആണ്. ഓർഗനൈസിംഗ് ബോഡി എന്ന് പറയുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ്. ഫ്രീക്വൻസി 2 തവണയാണ് അല്ലെ, ഒരു കൊല്ലം 2 തവണ, യൂഷ്വലി ജൂണിലും അതുപോലെ തന്നെ ഡിസംബറിലുമാണ്. ഇപ്പൊ ഈ മാസം അല്ലെങ്കിൽ ഈ മാസമല്ല, ഈ വർഷം ഡിസംബർ 18 എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ഒക്ടോബർ 24 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സാം മോഡ് എന്താണ്? CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ലാംഗ്വേജ് ഏതാണ്? ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. 180 മിനിറ്റ് ആണ് ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. പേപ്പേഴ്സ് 2 കമ്പൽസറി പേപ്പേഴ്സ് ആണ്. ടേക്കൻ വിതൗട്ട് എ ബ്രേക്ക്, ഒരു ബ്രേക്കും ഇല്ലാതെ 3 മണിക്കൂർ അടുപ്പിച്ചിരുന്ന് എക്സാം എഴുതേണ്ടി വരും മക്കളെ. പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പർ, ടെസ്റ്റിംഗ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, റീസണിംഗ് ആൻഡ് കോംപ്രിഹെൻഷൻ ആണ്. പേപ്പർ 2 സബ്ജക്ട് സ്പെസിഫിക് ആയിരിക്കും. ഇവാലുവേറ്റിംഗ് നോളജ് ഇൻ ദ കാൻഡിഡേറ്റ്സ് ചൂസ് ഇൻ സബ്ജക്ട്, ഏത് സബ്ജക്റ്റ് ആണോ അതിന്റെ ബേസിസിലാണ് 2 മാർക്സ് അവാർഡ്. ഒരൊറ്റ ക്വസ്റ്റിന് 2 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരെണ്ണം എഴുതി 2 മാർക്കാണ്. ഓക്കെ, ഇനി എന്താണ് പറയാനുള്ളത്? എക്സാം നെയിം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. പർപ്പസ് ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ.
എക്സാം ഡേറ്റ് ആപ്ലിക്കേഷൻ ഡെഡ്ലൈൻ എന്ന് പറയുന്നത് ഒക്ടോബർ 24 2025 ആപ്ലിക്കേഷൻ ഡെഡ്ലൈൻ എന്ന് പറയുന്നത്. എക്സാം ഡേറ്റ് ഡിസംബർ 18 മറന്നുപോയത്. ഒക്ടോബർ 24 അപ്ലൈ ചെയ്യുക കേട്ടോ. ഒഫീഷ്യൽ വെബ്സൈറ്റ് ugcnet.nta.ac.in എന്നുള്ള വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. സോ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, പെട്ടെന്ന് അപ്ഡേറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.